റിസൾട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ റോഡിൽ വരെ തലറങ്ങി വീണായിരുന്നു. 54 റാങ്ക് എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ഇല്ല. AI-യുടെ PDF എനിക്ക് വരില്ല. കുറേ പ്രഷർ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം അറിയാത്ത ആരും ഇനി കൊല്ലം ജില്ലയിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. റിസൾട്ട് വരുന്ന ദിവസം, റിസൾട്ട് വരുന്നതിന് മുൻപ് വാട്ട് വാസ് യുവർ മൈൻഡ് സ്പേസ് ആൻഡ് ഹൗ ഡിഡ് ദാറ്റ് മൈൻഡ് സ്പേസ് ചേഞ്ച് ആഫ്റ്റർ യു ഗോട്ട് ദ ലിസ്റ്റ്? റിസൾട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ റോഡിൽ വരെ തലറങ്ങി വീണായിരുന്നു. ബിക്കോസ് സബ് കോൺഷ്യസ്ലി ആ ടെൻഷനും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ലൈക്ക് ഞാൻ സിനിമയ്ക്ക് പോയി ടെൻഷൻ കളയാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എനിക്ക് ഭയങ്കര തലകറക്കം വന്ന് ഞാൻ റോഡിൽ തലറങ്ങി വീഴുമായിരുന്നു. പിന്നെ അതിൻ്റെ ലൈക്ക് റിസൾട്ടിൻ്റെ ഡേ രാവിലെ തൊട്ട് ഫോണിൻ്റെ മുന്നിൽ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം കുത്തിയിരിപ്പ് സത്യാഗ്രഹമാണ്. അതിലിങ്ങനെ എപ്പം മാറും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ലൈക്ക് ഉച്ചയ്ക്ക് എൻ്റെ അമ്മ കഴിച്ചിട്ടിരുന്നൂടെ എന്നിങ്ങനെ ചോദിക്കാൻ ഐ വാസ് സേയിങ് ഇതിനൊരു തീരുമാനമായിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ലിറ്ററലി ഐ വാസ് ഓൺ ദ ഫ്ലോർ. ഞാനിങ്ങനെ തറയിൽ കിടക്കുവാണ്. എനിക്ക് വയ്യ ബിക്കോസ് നമ്മുടെ ആ മൈൻഡ് സെറ്റ് ലൈക്ക് ഒരു പ്രാവശ്യം ഐ ഹാവ് ടേസ്റ്റഡ് വാട്ട് ഫെയിലിയർ ഫീൽസ് ലൈക്ക്. അപ്പോൾ ആ ഫൈനൽ PDF-ൽ നമ്മുടെ പേര് നമ്മൾ സെർച്ച് ചെയ്യണം. അതൊരു വല്ലാത്ത മൊമെൻ്റാണ്. ബിക്കോസ് കൈയും കാലും വിറയ്ക്കും. ആ PDF വരും, വി ഹാവ് ടു സെർച്ച് അവർ ഓൺ നെയിം വിച്ച് ഇസ് ലൈക്ക് എ ടോർച്ചർ ഇൻ ഇറ്റ് സെൽഫ്. അപ്പോൾ ലൈക്ക് റിസൾട്ട് വന്നു, ഞാൻ തന്നെ സെർച്ച് ചെയ്യണം. ഞാൻ അമ്മയുടെ ഒന്നും കൊടുത്തില്ല, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും വിറയിൽ വരുന്നത് ആലോചിക്കുമ്പം. ലൈക്ക് യെസ് റാങ്ക് 185 കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞത് ഈശ്വര ഫോറിൻ സർവീസ് കിട്ടൂലല്ലോ എന്നാണ്. ബട്ട് ഐ വാസ് ഹാപ്പി. ബട്ട് യു നോ ഇറ്റ് took 2 days to sunk in. ബിക്കോസ് എനിക്ക് ആ സമയവും അങ്ങനെ ഭയങ്കര എക്സ്റ്റാറ്റിക് ആയിട്ടൊന്നും തോന്നിയില്ല. ലൈക്ക് ഐ വാസ് ലൈക്ക് ഓക്കെ ബിക്കോസ് നമ്മൾ ഇത്രയും നാൾ അങ്ങനെ ടെൻഷൻ ആയിട്ട് ഇങ്ങനെ റിജിഡായിട്ട് ഇരിക്കുവാണ്. അപ്പം ആക്ച്വലി തേഴ്സ്ഡേ ആണ് ഇന്നലെയാണ് ഞാൻ ഓക്കെ ഇത്തിരി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ആൻഡ് സംബഡി ആസ്ക്ഡ് മീ അടുത്ത ആഴ്ച ഏതൊരു പരിപാടിക്ക് അവരുടെ വീട്ടിലുള്ളൊരു പരിപാടിക്ക് ഒരു റിലേറ്റീവ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ യൂഷ്വലി ഐ വിൽ സേ അയ്യോ എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ വരുന്നില്ല, അതാണ് പറയുന്നത്. ആൻഡ് എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയാവുള്ളായിരുന്നു ദാറ്റ് ഐ എം റൈറ്റിംഗ് UPSC. ഐ ഡിഡ്ന്റ് ഈവൻ ടെൽ മൈ നെയ്ബേഴ്സ്, ഐ ഡിഡ്ന്റ് ടെൽ മൈ റിലേറ്റീവ്സ്, നോട്ട് ഈവൻ മൈ ക്ലോസ് റിലേറ്റീവ്സ്. എൻ്റെ അച്ഛൻ്റെ സിബ്ലിങ്സിന് അവർക്ക് പോലും അറിഞ്ഞില്ലായിരുന്നു. സോ എല്ലാവർക്കും ഒരു ഷോക്കും ആയിരുന്നു. ബട്ട് ഐ വുഡ് റെക്കമെൻഡ് ടു കീപ്പ് ഇറ്റ് ദാറ്റ് വേ ബിക്കോസ് നമ്മൾ സക്സസ്സിൽ വരുന്ന ഇത് മതി. ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ പ്രഷറും കൂടെയാണ്. സോ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. എൻ്റെയും ഏകദേശം ഇതുപോലായിരുന്നു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ലിസ്റ്റിൽ കയറും എന്നുള്ളത്. പക്ഷേ കയറാതിരുന്നപ്പം ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തവണ ഞാൻ എന്നെ തന്നെ ഫെയിലിയറിന് പ്രിപ്പയർ ചെയ്യിക്കുമായിരുന്നു. സൺഡേ രാവിലെ നിതിൻ സാറ് വിളിച്ചു. ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പം നോക്കിയത് അതിന് ഇന്ന് റിസൾട്ട് വരില്ലല്ലോ, പിന്നെ എന്തിനാ സാർ എന്നെ വിളിക്കുന്നത്. ഞാൻ എടുത്തത് സാർ റിസൾട്ട് വന്നോ? ഇല്ല ഞാൻ ചുമ്മാ വിളിച്ചതാ. പിന്നെ മൺഡേ റിസൾട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ട്യൂസ്ഡേ മോർണിംഗ് സാറ് പറഞ്ഞു ഈ തവണ ഗുഡ് ന്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഇല്ല സാർ എനിക്ക് നല്ല പേടിയാണ്. ഞാൻ ഇങ്ങനെ തന്നെ സാറിനോട് പറഞ്ഞത്. ഞാൻ പിന്നെ എൻ്റെ ചേച്ചി പിറ്റേ ദിവസം അതായത് വെനസ്ഡേ UK പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് റിസൾട്ട് വരുവാണെങ്കിൽ ചേച്ചിയോട് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ ട്യൂസ്ഡേ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരും, ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് റിസൾട്ട് വന്നില്ല. ഞാൻ ഇങ്ങനെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്നെ തന്നെ മെൻ്റലി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവിടെ റിസൾട്ട് വന്നാൽ ഞാൻ കരയേണ്ടി വരും. കരഞ്ഞാൽ അവരെന്നെ കാണും. അപ്പം അത് ഫേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ട് ഞാനൊരു 1:55 ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. കാറിന് വന്ന് ഒരു 300 മീറ്റർ ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ഗായത്രി എന്നെ വിളിച്ചു. സോണു റിസൾട്ട് വന്നു, 54 റാങ്ക്. എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ഇല്ല. AI-യുടെ PDF എനിക്ക് വരില്ല. കാരണം ഓൾറെഡി എന്നെ ആ വീക്ക് വിളിച്ചവരെല്ലാവരും എന്ന് വരും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വ്യാഴാഴ്ച വരും, ഞാൻ തിരുവനന്തപുരത്ത് വരും. ആദ്യത്തെ 2 ദിവസം എന്താണ് ഈ റിസൾട്ട് വരുമ്പം ആ ഒരു ഫെയിലിയറിൻ്റെ വിഷമം കാണുമല്ലോ. അപ്പം ഫോണൊന്നും നോക്കണ്ട, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ മെൻ്റലി ഓക്കെ ആവും, പ്രിലിംസിന് പഠിക്കാം. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നിട്ട് പെട്ടെന്ന് 54 എന്ന് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ തൊട്ട് പറയാൻ നിതിൻ സാർ വിളിച്ചു. എടോ സന്തോഷമായില്ലേ? ഞാൻ സാർ ശരിക്കും PDF ആണല്ലോ അല്ലേ? എടോ ഉറപ്പായിട്ടും സമാധാനിക്ക്.
അപ്പം കിട്ടി. പക്ഷേ ഇതുവരെ ഞാനൊരു 54ലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിക്കും, ചേച്ചി എങ്ങനെ 54th റാങ്ക് എത്തിയത്? ഞാൻ എടാ എനിക്ക് അറിഞ്ഞുകൂടാ, ആദ്യമേ മാർക്ക് ഷീറ്റ് വരട്ടെ, എങ്ങനെയൊക്കെയോ കിട്ടി. എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമുക്കറിയാമല്ലോ റിയാലിറ്റി ഇതൊക്കെ ആയിരിക്കും. അപ്പം സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ചേച്ചിയുടെ അവിടെയാണ്. അപ്പം ആ വീട്ടിൽ നിന്ന് സാധാരണ ഞാൻ പിള്ളേരുമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് തീരെ രക്ഷയില്ല. ഞാൻ പൊതുവേ അങ്ങനെ കരയാറില്ലാത്ത ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. രാവിലെ തൊട്ട് റിസൾട്ട് വരും. എൻ്റേത് ഇവരറിഞ്ഞ പോലെ അത് പ്രൈവറ്റ് അല്ലായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ കളക്ടർ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് SPCയുടെ ഒരു സ്റ്റേറ്റ് ലെവൽ ക്യാമ്പിൽ എന്താവണം എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിജയൻ IPS സാർ എന്നോട് ചോദിച്ചു എന്താവണം എന്നാഗ്രഹം. ഞാൻ കളക്ടർ ആവണം എന്നാഗ്രഹം. നെക്സ്റ്റ് ഡേ മനോരമ ന്യൂസിൽ മനോരമയുടെ ഫീച്ചറായിരുന്നു കളക്ടർ ആവാൻ മോഹം. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നൊരു ഫോട്ടോ. അതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും അറിയായിരുന്നു. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ വരെ എത്തിയപ്പോൾ അവരെല്ലാവരും ഉറപ്പിച്ചു വേണമെങ്കിൽ ഫ്ലെക്സ് അടിച്ചേനെ അവർ ഈ തവണ റാങ്ക് ലിസ്റ്റ് വരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ എനിക്കിട്ട കുറേ പ്രഷറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് അതങ്ങ് മാറുമല്ലോ. എവിടെയെങ്കിലും വീട്ടിലായതുകൊണ്ട് ആരോടും പറയാൻ പറ്റില്ല, കാരണം അവരെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരോടും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു മൊമെൻറ്റ് മാറും എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇൻ്റർവ്യൂ വളരെ ലാസ്റ്റ് ഫേസിലായിരുന്നു. അപ്പോൾ 11th ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ 15th തിരിച്ചു വന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ പ്ലാൻ വീട്ടിൽ പോകണം, 2 ദിവസം നിൽക്കണം, തിരിച്ചു വന്നിട്ട് പ്രിലിംസ് പഠിക്കണം ഇതായിരുന്നു. പക്ഷേ ഞാൻ ഡൽഹിയിൽ നിന്ന ദിവസം ഞങ്ങളവിടെ കുറച്ച് പുറത്തൊക്കെ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി 1 മാസത്തിനപ്പുറം പ്രിലിംസാണ്, എന്താണ് ചെയ്യുക? അപ്പോൾ ഞാൻ വീട്ടിൽ പോയില്ല. ഞാനിവിടെ ഡൽഹി പോയിട്ട് ഡയറക്റ്റ് തിരുവനന്തപുരത്താണ് ഇറങ്ങിയത്. വീട്ടുകാരെയൊക്കെ വീട്ടിൽ പറഞ്ഞു വിട്ട് നിങ്ങൾ പൊക്കോ, ഞാൻ കുറച്ച് പ്രിലിംസ് പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ പ്രഷർ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം അറിയാത്ത ആരും ഇനി കൊല്ലം ജില്ലയിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിഷമം, ഞാൻ തോക്കുന്നതിനേക്കാളും എൻ്റെ ഒരു വിഷമം ഇവരെല്ലാം കൂടെ റിസൾട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നായിരുന്നു കിട്ടാത്തതിനേക്കാളും വലിയ പ്രഷർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും പോയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുക ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എവിടെ വെക്കേറ്റ് ചെയ്യണമല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫിലിംസിന് പഠിക്കാം. അപ്പോൾ കിട്ടത്തില്ലേ, ആ ഒരു രീതിയിലായിരുന്നു എല്ലാവരുടെയും റെസ്പോൺസ്. പിന്നെ ഞാൻ തിരിച്ചു വന്നു. അന്ന് വെനസ്ഡേ രാവിലെ 4 o'clock ഞാൻ എയർപോർട്ടിലെത്തി. അന്ന് 10 മണിക്കാണ് ഞാൻ നിതിൻ സാറിന് മെസ്സേജ് അയക്കുന്നത്, സാർ ഞാൻ ഫിലിംസിന് പഠിച്ചു തുടങ്ങാൻ പോകും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ 5 ദിവസം കൊണ്ട് ലക്ഷ്മികാന്തൊക്കെ മൊത്തം വായിച്ചു. എന്നിട്ട് അന്ന് റിസൾട്ടിൻ്റെ തലേന്ന് ഷഹദ് സാർ എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു നന്ദന എന്ത് ചെയ്യുക? നമ്മൾ സാർ ഞാൻ ലക്ഷ്മികാന്ത് വായിച്ചത്. അപ്പോൾ സാറ് കുഞ്ഞിന് എന്താ അസുഖം? അങ്ങനെയൊക്കെ ഞാൻ മൊത്തത്തിൽ അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ട് മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ റിസൾട്ട് വരും, ചിലപ്പോൾ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും, എന്തായാലും ഒന്നുകൂടെ എഴുതേണ്ടി വരും, അപ്പോൾ പ്രിലിംസിന് പഠിച്ചേക്കാമെന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നീട് മൺഡേ റിസൾട്ട് വരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ 2 പേരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ഫുൾ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ലാസ്റ്റ് 2 days. അപ്പോൾ എനിക്ക് ആരെയും ഫേസ് ചെയ്യാനുള്ളൊരു ഇതില്ല. ഞാൻ പൊതുവേ റീഡിംഗ് റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സൺഡേ രാത്രി ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി നമ്മൾ കാണില്ല കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് സൺഡേ രാത്രി 9 മണിക്ക് റീഡിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. മൺഡേ പിന്നെ ഞാൻ ലുലു മാളിൽ പോയിരുന്നു. അപ്പോൾ കാരണം അവിടെ എന്നെ പരിചയമുള്ള ആരും ഇല്ല. ഹോസ്റ്റലിൽ ഇരിക്കാൻ പറ്റില്ല, ഫോർച്യൂണിൽ വന്നിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആരും പരിചയമില്ലാത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയിരുന്നത്. അപ്പോൾ അന്ന് മൊത്തം അവിടെ തെരപ്പര നടക്കുമായിരുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ലുലു മാളിൽ നടന്നതിനുള്ള അവാർഡ് ചിലപ്പോൾ എനിക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം മൺഡേ വന്നില്ല. പിന്നീട് ട്യൂസ്ഡേ ഒരു 12:30 ആയപ്പോഴത്തേക്കും ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് വന്നു ദാ വരാൻ പോവുകയാണെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തലയൊക്കെ കറങ്ങുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി ഇരുന്നു. എന്നിട്ടൊരു 1/2 hour ഞാൻ മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു, വരുമ്പോൾ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, സൗമ്യ എന്നോട് പറഞ്ഞാൽ 2-3 ഒക്കെ ആയിട്ടേ വരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എന്നാൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പയ്യെ നടന്നു തുടങ്ങിയപ്പോഴാണ് മുനിസാർ എന്നെ വിളിക്കുന്നത്. മുനിസാർ വിളിക്കുന്ന മൊമെൻറ്റിൽ തന്നെ നിതിൻ സാറിൻ്റെ മെസ്സേജും ഞാൻ കണ്ടു, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവരൊന്നും വെറുതെ ഫേക്ക് വീഡിയോ ഒന്നും കണ്ടിട്ട് മെസ്സേജ് ഒന്നും അയക്കില്ല, എന്തായാലും കിട്ടി. എന്നിട്ട് ഞാൻ
ഓപ്പൺ ചെയ്തു. ആദ്യം മുനി സാർ എന്നെ വിളിച്ചു, കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ സാർ, എന്താ സംഭവം? അപ്പോൾ സാറിന് നന്ദനെ കണ്ടില്ല, ഞാൻ ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മുനി സാർ അയച്ച PDF ആണ് ഞാൻ കണ്ടത്. എന്നിട്ട് ഞാൻ ആ PDF ആദ്യം ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ സോണറ്റിൻ്റെ പേരാണ് ആദ്യം കണ്ടത്, ഫസ്റ്റ് പേജിൽ തന്നെ. അപ്പോൾ ഞാൻ വെച്ചു സോണറ്റ് ക്ലിയർ ചെയ്തു, ഞാൻ ഇനി എവിടെയാണാവോ എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് പേര് കണ്ടത്. പിന്നെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റിസൾട്ട് വരുമെന്ന്. എൻ്റെ വീട്ടുകാർ എപ്പോഴും ചോദിക്കും എപ്പോഴാണ് വരുന്നത്. ഞാൻ ആ മെയിലെങ്ങാണ്ട് വരുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ പിന്നീട് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നീട് ഞാൻ ഫോർച്യൂണി വന്നു. ഞാനിപ്പോഴും അതുമായിട്ട് സിങ്കിൻ ആയിട്ടില്ല. ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു, ഞാനാണോ എന്നൊക്കെ ഒരു മറ്റേ ഞാൻ ആരായിട്ടാ, ഞാൻ ആരാ മൊമെൻറ്റിൽ, ആ ഒരു മൊമെൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പയ്യെ സിങ്കിൻ ആവുമായിരിക്കും. എനിക്കും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരെയും കാട്ടി കൂടുതൽ പ്രഷർ എനിക്കായിരിക്കും ഉണ്ടാവുക. കാരണം എൻ്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ തലേ ദിവസം വരെ അതുവരെ ഞാൻ ട്രിപ്പിലായിരുന്നു. മൂന്നാർ പോയി, പിന്നെ തോന്നിയ സ്ഥലങ്ങളിലൊക്കെ പോയി, അമ്പലങ്ങളിൽ പോയി, ഒരു ഭജനയ്ക്ക് ഇരുന്നാലോ എന്ന് വരെ ആലോചിച്ചു. അത്രയ്ക്ക് ടെൻഷനായിരുന്നു. റിസൾട്ടിൻ്റെ തലേ ദിവസം ഞാൻ നന്ദനെ പറഞ്ഞു 22 എല്ലാവരും പറഞ്ഞു 22 വരുമെന്ന്. നമ്മൾ പറഞ്ഞു ഇല്ല 21 തന്നെ വരും. നന്ദൻ അപ്പോഴേ ലുലുമോളിൽ പോയി. അവളിങ്ങനെ ഫോട്ടോ അയക്കായി, അവളുടെ ലക്ഷ്മികാന്ത് പഠിച്ച നോട്ട്സ് അയക്കുന്നു, എൻവയോൺമെൻറ്റ് പഠിച്ച നോട്ട്സ് അയക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്ത് പറ്റി, പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഈ വർഷത്തോടെ കളഞ്ഞിട്ട് പോകും, ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. തലേ ദിവസം വരെ പുറത്ത് പോയപ്പോൾ എല്ലാവരും ചോദിക്കും മോളെ ജോലിയൊന്നും ആയില്ലേ, മോള് കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ നെഞ്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേദനിക്കുമായിരുന്നു. ഈ ഗ്രൂപ്പൊക്കെ ഉണ്ട് കുറേ, ഇൻ്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ് ഗ്രൂപ്പ്, അതിലൊക്കെ പറയും 1 hour to go, ഇപ്പോൾ റിസൾട്ട് വരും, എപ്പോൾ വേണമെങ്കിലും റിസൾട്ട് വരും. അപ്പോൾ ഒക്കെ ഞാൻ അവസാനം തളർന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ റിസൾട്ട് വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു 196 ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു അല്ല, AI ജനറേറ്റഡാ, അല്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ ശരിക്കും റിസൾട്ടാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് നന്ദനയ്ക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ നന്ദൻ പറഞ്ഞു 47. 47 ഉണ്ടോ? ഓ ശരി, വേറെ ആരുണ്ടോ? അപ്പോൾ പറഞ്ഞു സോണറ്റിന് 54 ഉണ്ട്. ശരിക്കും കുറേ നേരത്തേക്ക് ഒന്നും എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ ആരൊക്കെയോ വന്നു, കുറേ പൊന്നാടി അണിയിച്ചു, കുറേ ഗിഫ്റ്റ് വന്നു, കുറേ ബൊക്കെ വന്നു, എന്തൊക്കെയോ സംഭവിച്ചു അവിടെ. ശരിക്കും ഇപ്പോഴും ആ ഒരു നന്ദനെ പറഞ്ഞ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. വെൽ ആക്ച്വലി എനിക്കധികം ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം മൈ ഇൻ്റർവ്യൂ വാസ് ഓൺ April 17th. ഞാൻ April 17th കഴിഞ്ഞ് April 18th ഗുഡ് ഫ്രൈഡേ ആയത് കാരണം മെഡിക്കൽ നടന്നില്ല. സോ April 19th വാസ് മെഡിക്കൽ. 20th ഞാൻ തിരിച്ചെത്തി. 22nd റിസൾട്ട് വന്നു. സോ ബട്ട് താങ്ക്സ് ടു മൈ ഇൻ്റർവ്യൂ ബോർഡ് ആ 5 ദിവസത്തിൽ ഞാൻ ഏകദേശം 4 മാസത്തെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ബട്ട് ഐ വാസ് എന്താ പറയുക, ഞാൻ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യാൻ നോക്കി. ഞാൻ എൻ്റെ ടെലഗ്രാം ഓഫ് ചെയ്തു, വാട്സാപ്പ് ഓഫ് ചെയ്തു, എല്ലാം ഓഫ് ചെയ്ത് ഐ വാസ് ഓഫ് ദ ഗ്രിഡ്. ആൻഡ് ഈ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ആക്ച്വലി പാക്ക് ചെയ്ത് ആ ദിവസം രാത്രി തിരുവനന്തപുരത്തേക്ക് വരാൻ നിൽക്കണം പ്രിലിംസിന് പഠിക്കാൻ. ആൻഡ് കാരണം അൾട്ടിമേറ്റ്ലി ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോൾ നിതിൻ സാർ പറഞ്ഞാൽ നീ ഇങ്ങോട്ട് പോര്, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതായിരുന്നു. സോ ആൻഡ് ഞാൻ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ഹൂസ് ഓൾസോ ഹിയർ, സൂരജ്. ആൻഡ് അവൻ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് കുറച്ച് മിസ് കോൾസൊക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി റിസൾട്ട് വന്നു. ആൻഡ് ദെൻ കുറച്ച് ധൈര്യം കാണിച്ച് ഞാൻ വാട്സാപ്പ് തുറന്ന് നോക്കി, കുറേ കൺഗ്രാജുലേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കൊളുത്തി. ആൻഡ് ദെൻ ഫൈനലി എനിക്ക് അപ്പോഴാണ് ഈ PDF തുറന്ന് നോക്കാനുള്ള ധൈര്യം വന്നത്. ആൻഡ് ഐ ക്യാൻ റിലേറ്റ് ടു ഗോപിക. ഈ PDF തുറന്ന് നോക്കി അതിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് വളരെ പെയിൻഫുള്ളാണ് ശരിക്കും. ലൈക്ക് ഐ ഹാഡ് ടു ഗോ ത്രൂ ഫൈൻഡിങ് ഇറ്റ് 0/0 മാച്ചസ്. അതൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് to be honest, it hasn't hit me yet, and as far as I'm concerned, my journey is not over. So that's nothing new. It's the same person that as before. ഇവർ പറഞ്ഞ പോലെ കുറച്ച് ചേഞ്ചസ് എനിക്കുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം ലിസ്റ്റിലുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ലിസ്റ്റിൽ വന്ന അഗെയിൻ മുനിസാറായിരുന്നു എൻ്റെ മെൻറ്റർ. അന്ന് ഇതേപോലെ ഫസ്റ്റ് ഡേ എന്നെ വിളിച്ച് ഇവിടെ വന്നു. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത റാങ്ക് കിട്ടിയില്ല, എക്സ്പെക്ട് ചെയ്ത സർവീസ് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ആ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഈ കൊല്ലത്തെ ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എഗെയിൻ ഈ കൊല്ലം ഞാൻ ഉദ്ദേശിച്ച റാങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ബട്ട് സ്റ്റിൽ ദ പ്രോസസ് ഗോസ് ഓൺ എന്നുള്ള രീതിയിൽ സോ അത് സിങ്കിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. മേ ബി 1 day കൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടം എഗെയിൻ ഞാൻ നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടാത്തത് കൊണ്ട് ഇനി വീണ്ടും പ്രിലിംസ് പഠിക്കണ്ടേ എന്നുള്ളൊരു ട്രോമ വീണ്ടും വന്നു. കാരണം ഒരു 1.5 weeks മുന്നേ തന്നെ ഞാൻ ബുക്കൊക്കെ അടച്ചു വെച്ച് ഇനി പണ്ടാരം വേണ്ട എന്നുള്ളൊരു മോഡിലാണ് ഞാൻ നിന്നിരുന്നത്. കാരണം ലക്ഷ്മികാന്തൊക്കെ ഇനി ചട്ടയില്ല, അത്രയും വായിച്ച് ഇനി അത് തുന്നിയെടുക്കേണ്ടി വരും. നമുക്കാണെങ്കിൽ ഇനി പുതിയ ബുക്ക് ലക്ഷ്മികാന്ത് വാങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനി പഠിക്കേണ്ടി വരില്ല എന്നുള്ളൊരു മോഡലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ബട്ട് അഗെയിൻ ഇനി 30 days ഉള്ളൂ. അപ്പോൾ സോ
നമ്മൾ ആ ഒരു റെസിലിയൻസും പെർസിവറൻസും കാണിക്കുക, അത് മാത്രമേ നമുക്കിനി ഈ ഒരു ജേർണിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് മൊത്തത്തിൽ. ഇപ്പോൾ ആരോട് വേണമെങ്കിലും ചോദിച്ചാലും എന്തൊക്കെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും UPSC ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് പോലും ഒരു എക്സാക്ട്ലി പറയാൻ പറ്റില്ല എന്താ വർക്കൗട്ട് ആയെന്ന്. മെയിൻസിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഒരു മാർക്കിന് 9 to 10 റാങ്ക്സ് വരെ മാറും. സോ നമ്മുടെ ജീവിതം വരെ ഒരു 30 ഇയേഴ്സിൻ്റെ നമ്മുടെ കരിയർ വരെ മാറാൻ ഒരു മാർക്കിന് പറ്റും. സോ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ കയറാൻ. ബട്ട് അഗെയിൻ ഇത് ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഓൺ ദ ഗോ ഇതിൽ പലർക്കും അത് മനസ്സിലാവും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ 2021 റിസൾട്ട് വന്ന സമയത്ത് അച്ഛൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നു. അച്ഛൻ ദൂരദർശനിൽ എൻജിനീയറിംഗ് അസിസ്റ്റൻ്റായിട്ട് റിട്ടയർ ആവുന്നതിൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അച്ഛൻ റിട്ടയർ ആകുന്നു, ഞാൻ ജോലിക്ക് കയറുന്നു, അതും ദൂരദർശനിലാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ആ ഒരു സമയത്താണ് റിസൾട്ട് വരുന്നത്. സോ ലൈക്ക് അവിടെ നിൽക്കുന്ന കൊള്ളാം, നല്ല കറക്റ്റ് മറ്റേ എന്താ പറയുക, എന്തെങ്കിലാണ് പോയറ്റിക് എൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് അവിടെ അസോസിയേഷൻകാർ ഡിന്നർ കൊടുക്കുന്ന ലഞ്ച് കൊടുക്കുന്ന ഒരു ഡേ ഞാനും അച്ഛൻ്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റിസൾട്ട് വന്നത്, പൊട്ടി. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ബാഡ് ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഐ വാസ് വെരി ടെൻസ്ഡ് വെൻ ദ റിസൾട്ട് വരാൻ പോകുന്നു. ഞാൻ മൺഡേ വരുന്ന വിചാരിച്ചേ. മൺഡേ തൊട്ട് ഐ വാസ് എക്സ്പെക്ടിങ്. അപ്പോൾ മൺഡേ ഉച്ച തൊട്ടിട്ട് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് ലാസ്റ്റ് ഫോണൊക്കെ തേഞ്ഞു തുടങ്ങി. ട്യൂസ്ഡേ ഒരു ഉച്ചയായതോടുകൂടി ഞാൻ മടുത്തു. എനിക്ക് ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോരോ മെസ്സേജസ് വന്ന് തുടങ്ങിയിട്ട് എനിക്ക് പ്രാന്തായി. ലാസ്റ്റ് ഞാൻ നിതിൻ സാറിന് മെസ്സേജ് അയച്ചു, സാറേ ഇനി ഞാൻ നോക്കുന്നില്ല, എന്നെ കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ നിതിൻ സാറിന് കൊടുത്തു. പക്ഷേ ആ റിസൾട്ട് വന്ന നേരത്ത് ദെൻ സഡൻലി ദ PDF കെയിം. അപ്പോഴേക്കും നിതിൻ സാറിൻ്റെ മെസ്സേജ് അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നിതിൻ സാർ ഐ തിങ്ക് ഹി വാസ് സ്റ്റിൽ ലുക്കിംഗ്. അപ്പോൾ ഞാൻ PDF തുറന്നിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. നോക്കാൻ ഈ പറഞ്ഞ പോലെ PDF തുറക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. പക്ഷേ സഡൻലി താങ്ക്ഫുള്ളി സംബഡി ഓൾറെഡി സെൻഡ് മെസ്സേജസ്. എനിക്ക് മെസ്സേജ് മേലെ നിന്ന് ഇങ്ങനെ കൺഗ്രാറ്റ്സ് മെസ്സേജ് മേലെ നിന്ന് വരുന്നത് കാണാം. അപ്പം മനസ്സിലായി ലിസ്റ്റിലുണ്ട്. എന്നിട്ട് സെർച്ച് ചെയ്തു, പ്രണവെന്ന് സെർച്ച് ചെയ്തപ്പോൾ 4 പ്രണവുണ്ട്. ആദ്യത്തെ പ്രണവല്ല, രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ അല്ല, 4ാമത്തെ. ഓക്കെ, അപ്പോൾ 800 റാങ്ക്. അപ്പോൾ പിന്നെ ശരി ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ രീതിയിലെ ലിസ്റ്റിലുണ്ടല്ലോ. സോ ഐ വാസ് നോട്ട് വെരി ഹാപ്പി ബിക്കോസ് 800 വാസ് നോട്ട് ദ റാങ്ക് ഐ വാസ് എക്സ്പെക്ടിങ്. ഐ വാണ്ടഡ് ടു ബി ഇൻ IAS. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ലെസ് ദാൻ 200 അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് വിചാരിച്ച സർവീസ് കിട്ടുമായിരുന്നുള്ളൂ. സോ ഇത്രയും കാലം ഞാൻ 2019 തൊട്ട് ഫോർച്യൂണിലുള്ളതാണ്. അപ്പോൾ ഐ വാസ് നോട്ട് വെരി ഹാപ്പി. എനിക്ക് ഒരു റിലീഫ് തോന്നി. ഐ എം ഇൻ ദ ലിസ്റ്റ്. ഇനിയിപ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങളൊക്കെ ഇത്തിരി കുറയും എന്നുള്ളൊരു അത് മാത്രം നടന്നുള്ളൂ. ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. പക്ഷേ താഴത്തേക്ക് ചെന്ന് അച്ഛനമ്മയും കണ്ടപ്പോൾ അവർ കിടന്ന് കരയായിരുന്നു. അച്ഛനമ്മയും കരയുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അച്ഛനമ്മയും കരയുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നത്. സോ അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ ഐ ഫെൽ ദിസ് ഈസ് വർത്ത് ഇറ്റ്, ദിസ് ഈസ് ഗുഡ്. 800 ആണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഐ ഹാവ് 1 more attempt. അപ്പോൾ അടുത്ത തവണ 2-0 വെട്ടിയിട്ടുള്ള റാങ്ക് ആക്കണം എന്ന് വിചാരിച്ചു. അത്രയാണ് ഉണ്ടായത്. ഓക്കെ, ഫോർച്യൂണറ്റ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ കൊണ്ടാറുണ്ട്. അത് റിസൾട്ട് ഡേ, പ്രത്യേകിച്ച് ഇപ്പോൾ 22-ാം തീയതി റിസൾട്ട് വരും, അല്ലെങ്കിൽ 21-ാം തീയതി വരും. അപ്പോൾ ഞങ്ങൾക്ക് ആ ആങ്സൈറ്റി ഉണ്ട്. അത് എന്താവും നമ്മുടെ സ്റ്റുഡൻസിന്, ബിക്കോസ് വി നോ വാട്ട് യുവർ ജേർണി ഈസ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് ഇന്ന് ഓർമ്മല്ലോ, 3rd batch വയസ്സായിട്ട് ചോദിക്കും. ഇവർ ഓരോരുത്തരെയും ക്ലാസ്സിൽ നിന്ന് കുട്ടികളുടെ പൊസിഷൻസ് എനിക്കറിയാം എവിടെ ഇരിക്കുന്നതെന്ന് മാറി. ആസ് ഫാർ ആസ് ശൈലേഷ് സാർ ഇസ് കൺസേൺ, ഐ വാസ് ദ പേഴ്സൺ ഹു വാസ് സിറ്റിംഗ് ഇൻ ദ ഡോർ. അനക്സിലെ ഡോറിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി, അതായിരുന്നു ഞാൻ. സോ ഞങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും ആ ടെൻഷനിലൂടെ കടന്ന് പോകുന്നവരാണ് ഞങ്ങൾ. കാരണം വി നോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഡോണ്ട് മേക്ക് ഇറ്റ്. ഇപ്പോൾ പറഞ്ഞില്ല, PDF തുറക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കുറച്ച് പാടുള്ളൊരു കാര്യമാണത്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനും പണ്ട് PDF തുറന്നിട്ട് പൊട്ടിയിട്ടുള്ള വ്യക്തിയാണ്. സോ എന്ന് പറഞ്ഞ് അതിൻ്റെ ദുഃഖമൊന്നുമില്ല കേട്ടോ. ലൈഫ് മൂവ്സ് ഓൺ. എനിവേ, സോ ആ ഒരു ടെൻഷൻ നമുക്കുള്ളത് കൊണ്ട് വി ആർ ഓൾസോ ഈക്വലി മോർ ടെൻസ് ദെൻ ദ കാൻഡിഡേറ്റ്സ് ഐ വുഡ് സേ. ബട്ട് എനിവേസ് തിങ്സ് ഹാവ് എൻഡഡ് വെൽ. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. അവിടെ ചെന്നതോടുകൂടി 30 പട്ടികൾ എൻ്റെ ചുറ്റും വട്ടം കൂടി ഒന്ന് മേലേക്ക് ചാടി കുറയ്ക്കാൻ നിൽക്കുകയാണ്. ഞാൻ സൈഡിൽ നിന്നൊരു വടി എടുക്കുന്നു, അതിനെ ഓടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഇടയിലൊരു ആര് കൊണ്ടിട്ട് ആര് മുറിഞ്ഞ് കൈയിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മുറിവ് മാറിയിട്ടില്ല. ഭാഗ്യം നിർഭാഗ്യം എന്ന് പറയട്ടെ, പ്രണവ് സാറിന് കിട്ടാതെ പോയ രാജുക്ലാ സാർ കൃത്യമായിട്ട് എനിക്ക് കിട്ടി. നമുക്ക് നമ്മളെ തന്നെ കാണിക്കാൻ പറ്റും, പേഴ്സണാലിറ്റി കാണിക്കാൻ പറ്റും. ഞാൻ ആകെ പ്രാർത്ഥിച്ചത് സുമൻ ശർമ്മ മാമിൻ്റെ ബോർഡ് കിട്ടരുതെന്ന് മാത്രമായിരുന്നു. പേടിയാണോ കാശ്മീർ പാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല സാർ, കാശ്മീർ പഴയ കാശ്മീരൊന്നും അല്ല, എല്ലാം മാറി. ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ട് ഇപ്പോൾ ട്രൈ കളർ ഫ്ലാഗൊക്കെ ഞാൻ കണ്ടു. ഐ ഡെഫിനറ്റ്ലി വാണ്ട് ടു വിസിറ്റ് കാശ്മീർ. അറം പറ്റിയെന്ന് തോന്നുന്നു പറഞ്ഞത്. Fortune IAS Academy.
More than just an academy.